ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട അനാവശ്യ വിവാദങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് സൃഷ്ടിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മുടെ സേനാ മേധാവിയുണ്ട്, സംയുക്ത സേനാ മേധാവി സിംഗപ്പൂരിൽ ഒരു അഭിമുഖം നടത്തിയിരുന്നു. അതിൽ വിമാനം തകർന്നു എന്നും അത് എന്തുകൊണ്ട് പ്രതിരോധ മന്ത്രി വെളിപ്പെടുത്തിയില്ല എന്നുമെല്ലാം കോൺഗ്രസിൽ നിന്നും ഈ പരാമർശങ്ങൾ ഉണ്ടാവുകയാണ്. കോൺഗ്രസ് ഇത് എന്തുദ്ദേശിച്ചാണ് മുന്നോട്ട് പോകുന്നത്? നമ്മുടെ അവർക്ക് കൃത്യമായി കണക്കറിഞ്ഞാൽ മാത്രമേ ഇനി ഇന്ത്യയിൽ ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുണ്ടോ? ഇന്ത്യൻ സായുധ സേനയുടെ പ്രതിരോധ മേധാവിയായ അനിൽ ചൗഹാനാണ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അദ്ദേഹം ബ്ലൂബെർഗ് ടിവിക്ക് നൽകിയ അഭിമുഖത്തിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ നമ്മുടെ വിമാനങ്ങളും നമ്മുടെ ഇത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങളും തകർന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞത്. തകർന്നു എന്നുള്ളത് പറഞ്ഞെങ്കിലും മറ്റൊരിടത്ത് പറയുന്നുണ്ട് ചില കേടുപാടുകൾ വന്നു. സ്വാഭാവികമായിട്ട് ഷെല്ലിൻ്റെ ആക്രമണത്തിലൊക്കെ ചില കേടുപാടുകൾ വന്നു എന്നും അത് പരിഹരിച്ച് വീണ്ടും അത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ തകർന്നു എന്ന് ചോദിച്ചാൽ തകർന്നു, അതിൽ തകർന്നിരുന്നു എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ആക്സിഡൻ്റലി അത് പറ്റിയിട്ടുണ്ട്. അത് യുദ്ധമാകുമ്പോൾ അത് നടക്കുമല്ലോ. പക്ഷേ ഇതിനെ വലിയ ഒരു വിമർശനത്തിലേക്കാണ് കോൺഗ്രസ് നയിക്കുന്നത്. ഇതിന് മുന്നേ രാഹുൽ ഗാന്ധി ചോദിച്ചത് എത്ര വിമാനങ്ങൾ തകർന്നു, ഓപ്പറേഷൻ സിന്ദൂർ ഒറ്റ കൊടുത്തത് ആര്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരുന്നു. അത് പിന്നെ ഖാർഗെ ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഖാർഗെ വീണ്ടും അതേ ചോദ്യം തന്നെ നേതൃത്വം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എത്ര വിമാനങ്ങളും തകർന്നു, അത് ഞങ്ങൾക്ക് അറിയണമെന്ന്. ഇത് വീണ്ടും ഒരു വിമർശനങ്ങൾ. ഇനിയിപ്പം സൈന്യത്തിൻ്റെ മേധാവി തന്നെയാണ് പറഞ്ഞിരിക്കുക, അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. ഞങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്ക് കേടുപറ്റി, അല്ലാതെ ഒരു യുദ്ധം ഉണ്ടാകുമ്പം ഒരു യുദ്ധവിമാനങ്ങൾക്കും കേടുപറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിവിലിയൻസിന് നേരെ ഒരു ആക്രമണം ഉണ്ടായില്ല, ഒരു മുറിവ് പോലും പറ്റിയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഒരു സംഘർഷമാണ്, യുദ്ധമാണ്, വലിയ യുദ്ധമാണ്. അപ്പോൾ അവിടുന്ന് ഷെല്ലാക്രമണം ഉൾപ്പെടെയുള്ള മിസൈലുകൾ ഉൾപ്പെടെയുള്ളത് ഇങ്ങോട്ട് വിടുന്നുണ്ട്, അല്ലാതെ അവർ കൈയും കെട്ടി നോക്കിയിരിക്കുകയല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്തിന് അതിൽ ചില അപകടങ്ങൾ ഉണ്ടായിരിക്കും. അത് വലിയ അപകടങ്ങളൊന്നുമല്ല. ഇപ്പോൾ ഈ യുദ്ധവിമാനങ്ങൾ മൊത്തത്തിൽ തകർന്ന് തരിപ്പണമൊന്നും ആയിട്ടില്ല. അതിൽ ചില കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് തകർന്നിട്ടുണ്ട് എന്നുള്ളത് മേധാവി ഇപ്പോൾ ഔദ്യോഗിക സ്ഥിരീകരണം വരുത്തി. ഇനി അതിനകത്ത് ഇട്ട് കൊടുത്തു എന്നാൽ പിന്നെ എന്തുകൊണ്ട് അത് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞില്ല? അടുത്തതായി ഔദ്യോഗിക എന്തുകൊണ്ട് ഇന്ത്യക്കകത്ത് പറഞ്ഞില്ല, ഇന്ത്യയുടെ പുറത്ത് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതിന്റെ തുടക്കത്തിൽ കോൺഗ്രസ് പാർട്ടി മൗനം പാലിച്ചിരുന്നു. പക്ഷേ ഇതിന്റെ തുടക്കം ആരംഭിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. മല്ലികാർജുന ഖാർഗെ പറയുന്നു, ഇപ്പോൾ ജയറാം രമേശ് ഇത്തരം സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തെക്കാൾ അവർക്ക് വിശ്വാസം പാകിസ്ഥാനെയാണ്. അതെ, നമ്മളുടെ ഇപ്പൊ കേരളത്തിൽ തന്നെ UDFന്റെ കാര്യം അവരൊന്നും ഇതിനെപ്പറ്റി ഒന്നും ചോദിച്ചിട്ട്, കോൺഗ്രസ് നേതൃത്വം ഒന്നും ചോദിച്ചിട്ട് ഇതിനകത്തുള്ള ഒരു നേതാക്കന്മാരും ഇത് ചൂണ്ടാൻ പോയില്ല. കാരണം എല്ലാവരും രാജ്യത്തിനൊപ്പം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിക്ക് എന്തോ ഒരു മോദിയോടുള്ള ഒരു അസ്വാരസ്യം. ശശി തരൂരിനെ പിടിച്ചു. തരൂർ ഇപ്പോൾ ഇത് കോൺഗ്രസിലെ പല ഘടകകക്ഷികളും പോയിക്കൊണ്ടിരിക്കുന്നു, പല കോൺഗ്രസിലെ മുൻനിര നേതാക്കന്മാർ BJPയിലോട്ട് പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തന്നെ അറിഞ്ഞൂടെ ഇത് എന്ത് ചെയ്യണം, മോദി എങ്ങനെ തകർക്കണം, വരുന്ന തെരഞ്ഞെടുപ്പ് വരുന്നു, അദ്ദേഹത്തിൻ്റെ തലയിലായി പാർട്ടി മുഴുവനും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പക്വതയില്ലായ്മ കാരണം അദ്ദേഹം ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിനെ ഈ പറഞ്ഞോണം താങ്ങുന്ന, പൂജ ചെയ്യുന്ന ഖാർഗെ അതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. പിന്നെ ഇതിപ്പം മൊത്തത്തിൽ ഒരു ഇതായിട്ട് വന്നിരിക്കുക. സത്യം പറഞ്ഞാൽ ഇത് ഇവരുടെ അതിന് കുഴി വെട്ടിക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് ഒറ്റുകൊടുക്കുന്ന ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോൾ യുദ്ധവിമാനങ്ങൾ തകർന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഓരോ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ, ഓരോ കാര്യങ്ങൾ ഉന്നയിക്കുന്നത് നമ്മുടെ ശത്രു രാജ്യത്തിന് കൊടുക്കുന്ന വടിയായിട്ടാണ്. കാരണം യുദ്ധവിമാനം തകർന്നോ അതോ ഈ ആയുധങ്ങൾക്ക് വല്ലതും പറ്റിയോന്നല്ലല്ലോ, നമ്മുടെ രാജ്യത്ത് കയറി ആക്രമണം നടത്തി അതിനൊരു തിരിച്ചടി നൽകിയിട്ടുണ്ട്. അതിൽ എത്ര നാശനഷ്ടം ഉണ്ടായെന്നാണ് നാം തിരക്കുന്നത്. അതെ, കറക്റ്റാണ് ശ്രീത്വ. എത്ര നാശനഷ്ടം അവിടെ ഉണ്ടായെന്ന് ഇപ്പം ടൂറിസവുമായി ബന്ധപ്പെട്ട് അവർ അല്ലെ തങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി പോയ പാവപ്പെട്ട 26 മനുഷ്യരെ കൊലപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ രാഹുൽ ചൂണ്ടുന്നത് നമ്മുടെ സൈന്യ തലവന്മാർക്ക് നേരെയാണ്. ശരിക്കും മോദിക്കല്ല ഇത് എഫക്റ്റ് ചെയ്യുന്നത്. മോദി പ്രധാനമന്ത്രി എന്താണ്, അദ്ദേഹം പാർലമെന്റുമായിട്ട് ഒരു ചർച്ച ചെയ്ത് സൈന്യത്തിലെ തലവന്മാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഓക്കെ നിങ്ങൾ ഇന്ന് ഓപ്പറേഷൻ ചെയ്ത് പാകിസ്ഥാനെ തിരിച്ചടിക്കുക എന്നുള്ളൊരു നിർദ്ദേശം നൽകുന്നു. അദ്ദേഹം സ്വന്തമായിട്ട് എടുക്കുന്ന തീരുമാനമല്ല. ഒരിക്കലും നമ്മുടെ രാജ്യത്തിന് പ്രധാനമന്ത്രിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ പറ്റില്ല. പാർലമെന്റ് കൂടി ആലോചിച്ച് അതിൽ സൈനിക മേധാവി കൂടി വന്നിരുന്ന് എടുക്കുന്ന തീരുമാനത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ ഇട്ടുകൊടുത്തത്. പക്ഷേ ഇതിൽ മോദിയാണ് പ്രധാന ഇതെന്നുള്ള കഥാപാത്രം എന്നുള്ള രീതിയിൽ രാഹുൽ ഗാന്ധി ഓരോ കാര്യങ്ങൾ ഉതിർക്കുന്നത് നമ്മുടെ രാജ്യത്തിനെതിരെയും നമ്മുടെ സൈന്യത്തിനെതിരെയാണ്. നമ്മുടെ സൈന്യത്തിനോടാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ സൈന്യത്തിനോട് ചോദിക്കുമ്പോൾ നമ്മളൊക്കെ പൊതുവേ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്തിനെ ആക്രമിക്കാൻ വന്നപ്പോൾ നമ്മുടെ അതിര് കാക്കുന്ന സൈന്യ തലവന്മാരോട് ചോദിക്കണം, നിങ്ങൾ അതിരൊക്കെ കാത്തുനിന്നു, പക്ഷെ നമ്മുടെ വീട്ടിൽ എത്ര പാത്രം പൊട്ടി,
ഈ അയൽപക്കത്ത് രണ്ട് പെണ്ണുങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പം ചിലപ്പോൾ ഇങ്ങോട്ടുള്ള ചട്ടിക്കകത്ത് നേരെ ഒരു കല്ലെറിയുമ്പോൾ എത്ര ചട്ടി പൊട്ടി അമ്മേ വീട്ടില് എന്ന് മക്കൾ ചോദിക്കുന്ന ഒരവസ്ഥയാണ്. ചട്ടി പൊട്ടിയല്ല തിരിച്ചൊന്നും കൊടുത്തടാ മക്കളെ എന്ന് പറയുന്ന ഇതല്ല ഈ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഒരുപക്ഷെ ഒരു പോസ്റ്റ് ഇടാം. ഇപ്പൊ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധം ഞങ്ങളുടെ രാജ്യം 9 ഇത്ര കേന്ദ്രങ്ങളാണ് ഞങ്ങൾ തൊടുത്ത് വിട്ട് ഇത്ര എണ്ണത്തിനെ തീർത്ത് എന്ന് അന്തസ്സായിട്ട് ഞങ്ങളുടെ സൈന്യം, മോദിയെ പരാമർശിക്കണ്ട, ഞങ്ങളുടെ സൈന്യം ചെയ്തു. ഇദ്ദേഹം നാളെ ഒരു പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഇതേ സൈന്യത്തലവന്മാരും ഇതേ സൈന്യത്തിലെ ഓരോ പട്ടാളക്കാരും ഇദ്ദേഹത്തെ എങ്ങനെയായിരിക്കും കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രീത്. അപ്പൊ ഇദ്ദേഹം പറയേണ്ടെന്നാലേ ഒരു പോസ്റ്റ് ഇടേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ സൈന്യം, ഞങ്ങളുടെ ധീര ജവാന്മാർ അവന്മാരെ ഇട്ട് പൊട്ടിച്ച് തരിപ്പണമാക്കി എന്ന് പറഞ്ഞ് രാജ്യത്തിനോടൊപ്പം നിൽക്കാതെ രാഹുൽ ഗാന്ധി ഇപ്പൊ ചോദിക്കുന്നത് എത്ര വിമാനം പോയി? നിങ്ങൾ പോയി പൊട്ടിച്ചല്ല, എത്ര എണ്ണം പോയി? എത്ര നഷ്ടമാണ് ഇന്ത്യക്ക് ഉണ്ടാക്കി വെച്ചത്? അയാളുടെ എന്തോ വീട്ടിലെ എന്തോ സ്വത്തുക്കൾ എടുത്ത് സൈന്യം ചെയ്ത ഒരു അവസ്ഥയിലാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ ലജ്ജാവഹമായിട്ടാണ് തോന്നുന്നത്. ഇതൊക്കെ മറ്റവർക്ക് ഇട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു വടിയായിട്ടാണ്. ഇതെല്ലാം അവരിപ്പോൾ നമ്മുടെ കുറേ ആൾക്കാർ മീറ്റിങ്ങിന്, അതായത് രാജ്യാന്തര തലത്തിൽ പോയിട്ടുണ്ട്, യോഗത്തിനായിട്ട് പോയിട്ടുണ്ട്. ശശി തരൂരിന്റെ നേതൃത്വത്തിൽ പോയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നാണക്കേട് ഉണ്ടാകുന്ന തരത്തിലാണ് ഇവന്മാർ ഇതെല്ലാം എടുത്തിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തെളിവ് സഹിതം, രാഹുൽ ഗാന്ധി ചോദിക്കുന്ന തെളിവുകൾ സഹിതം എടുത്തിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിന് ഒരു കാരണം ഓരോ രാജ്യങ്ങളും തീരുമാനം എടുക്കുന്ന, ഇരു രാജ്യങ്ങളും എന്താണ് പറയുന്നത് അതിനനുസരിച്ചാണ് ഇവരൊക്കെ തീരുമാനം എടുക്കുന്നത്. പക്ഷേ ഇദ്ദേഹം ഇങ്ങനെ ഓരോന്ന് പറയുന്നത് അവർക്കുള്ള വടിയായിട്ടാണ് അവർ കാണുന്നത്. കണ്ടോ, പ്രതിപക്ഷ നേതാവ് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ഇത്രയാണ് ആക്രമിച്ചത്, ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത്, അവരിങ്ങോട്ട് ആക്രമിച്ചു. അല്ല, ഇത് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് അവർക്ക് വേദനിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം എന്തെങ്കിലും സംഭവങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് ഇത് വലിയ തിരിച്ചടിയാകില്ല, പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി. തീർച്ചയായിട്ടും ഒരു ജനത്തിന് ഒറ്റ വികാരമേ ഉള്ളൂ, നമ്മുടെ രാജ്യം എന്നുള്ള ഒരു വികാരമേ ഉള്ളൂ. അവിടെ രാഷ്ട്രീയമോ മതമോ ഒന്നുമില്ല. ജനങ്ങൾക്ക് നേരെ ഒരു രാജ്യം, മറ്റു എതിർ രാജ്യം നമുക്ക് നേരെ നിറയെ ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പൊതുവികാരം എന്ന് പറയുന്നത് എൻ്റെ രാജ്യം, എൻ്റെ ജനത എന്നൊരു വികാരമാണ്. അത് രാഹുൽ ഗാന്ധിക്ക് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളത്. എൻ്റെ രാജ്യം എന്നൊരു വികാരമാണ്. അവിടെ രാഹുൽ ഗാന്ധി എന്നോ കോൺഗ്രസ് എന്നോ ഒന്നുമില്ല, BJP എന്നൊന്നുമില്ല. എൻ്റെ രാജ്യം, എൻ്റെ സൈന്യം, അവിടെ സൈന്യത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയത്തിനല്ല കൊടുക്കുന്നത്. എൻ്റെ ധീര ജവാന്മാർ എന്നൊരു ഒരു വിളിയായിരിക്കും ഓരോ വ്യക്തികൾക്കുണ്ടാകുന്നത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സാരമായി ബാധിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ മോദി അനുകൂലമായിരിക്കും വരുന്നത്. അത് ഒട്ടും നമുക്കത് മാറ്റി പറയേണ്ട കാര്യമില്ല. മോദി അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളായിരിക്കും ജനങ്ങൾ എടുക്കുന്നത്. വോട്ട് BJPക്ക് തന്നെ പോവുകയും ചെയ്യും. കാരണം ഈ കോൺഗ്രസിന്റെ കുഴി രാഹുൽ ഗാന്ധി തന്നെ വെട്ടിക്കൊടുത്തിരിക്കുകയാണ്. ഈ ഓരോ വടി ഇട്ടെറിഞ്ഞു കൊടുക്കുക. പൊതുവെ രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഒന്നുമില്ലെങ്കിലും കൂടെയുള്ള മുതിർന്ന നേതാക്കന്മാരെങ്കിലും പറഞ്ഞു കൊടുക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുന്നേയും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ജനങ്ങൾ വകവെച്ചിട്ടില്ല. നമ്മുടെ രാജ്യത്തിനെതിരായിട്ട് ഇതിന് മുന്നേയും കാർഗിൽ വാർ ഉൾപ്പെടെയുള്ള പലവിധ കാര്യങ്ങൾ വന്നപ്പോഴും, യുദ്ധങ്ങൾ വന്നപ്പോഴും രാജ്യത്തിലെ ജനങ്ങൾ അന്ന് രാജ്യത്തിലെ സൈന്യത്തിനോടൊപ്പമാണ്, അല്ലാതെ മോദിയോ അന്ന് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോ അങ്ങനെ ഉള്ളവരോടൊപ്പം ഒന്നും അല്ല നിന്നിട്ടുള്ളത്. അപ്പൊ രാജ്യം എന്ന ഒരു വികാരം മാത്രം ജനങ്ങൾക്ക്, അന്ന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾ വന്നിട്ടുണ്ടെങ്കിലും അത് ജനം ഏറ്റെടുത്തത് രാഷ്ട്രീയപരമായിട്ടല്ല, രാജ്യത്തിന്റെ രീതിയിലാണ്. അപ്പൊ ഇതെന്തായാലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനുള്ള മോദിക്കിട്ടുള്ള കൊട്ടാണെന്നുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിക്ക് തന്നെ തിരിച്ച് ബൂമറാങ് പോലെ വന്നടിച്ചിട്ടിരിക്കുകയാണ്. കാരണം അത് ഒരു തവണ അദ്ദേഹം എതിർത്തപ്പം തന്നെ സോഷ്യൽ മീഡിയയൊക്കെ നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ജനത്തിന്റെ വികാരം മനസ്സിലാകാൻ. ഇതിനെതിരെ പാടെ ഇപ്പം നമ്മൾ മലയാളികൾ മാത്രമല്ല, അവിടെ ഉത്തരേന്ത്യ അല്ലെങ്കിൽ ഗുജറാത്ത് എല്ലാ രാജ്യങ്ങളിലുള്ള ഇതിന് വളരെയധികം വിമർശനമാണ്. ഇയാൾ ഈ ട്വീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇദ്ദേഹം ഫേസ്ബുക്കിൽ ഇടുന്നത്, അദ്ദേഹം അതിൻ്റെ കമൻസുകളൊന്നും എടുത്ത് വായിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹം ആ ചോദ്യം ആവർത്തിക്കില്ലായിരുന്നു. വീണ്ടും ആവർത്തിച്ചു, വീണ്ടും കാർഗയും കൊണ്ട് ആവർത്തിപ്പിച്ചു. അവസാനം നേതൃത്വം ആവശ്യപ്പെട്ടു. ഇപ്പൊ സർവകക്ഷി യോഗത്തിൽ എന്തുകൊണ്ട് പറഞ്ഞില്ല, ഇന്ത്യക്കകത്ത് എന്തുകൊണ്ട് പറഞ്ഞു, അതിനൊക്കെ ഒരു സന്ദർഭമുണ്ട്, ഒരു സാവകാശമുണ്ട്. അത് പറയേണ്ടുന്ന സമയത്ത് സൈന്യത്തിലെ തലവന്മാർ തന്നെ അത് പറയും. പിന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, പറയാതെ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ. ഒരു യുദ്ധമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇരു രാജ്യങ്ങൾക്ക് നഷ്ടമുണ്ടാകും. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ നഷ്ടങ്ങളൊന്നും വലിയ നഷ്ടങ്ങളൊന്നും, നമ്മുടെ ജീവനുകൾ കുറേ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അത് വലിയ നഷ്ടം തന്നെയാണ്. അതിനപ്പുറം യുദ്ധവിമാനങ്ങൾ എത്ര സ്വാഭാവികമായിട്ടും അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. വിമാനങ്ങൾക്കായാലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് സാങ്കേതികപരമായിട്ടുള്ള അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതങ്ങ് എടുത്തു പറയാൻ വേണ്ടിയിട്ടുള്ളതൊന്നുമില്ല. ഇനി അതിന് വേണമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക സമിതി രൂപീകരിക്കുക, അല്ലെങ്കിൽ പ്രത്യേക യോഗങ്ങൾ ചേരുക. ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാണക്കേടെന്ന് മാത്രമല്ല, സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ലജ്ജയാണ് തോന്നുന്നത്. കാരണം ഇതിപ്പം ഈ സേനാധി ഇതിലെ മേധാവി പറഞ്ഞു, ഇത്തരത്തിൽ ഇങ്ങനെ
സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമാണ്. അതിനെ എടുത്തിട്ട് എന്തുകൊണ്ട് ഇതിനകത്ത് വന്ന് പറഞ്ഞില്ല, സർവകക്ഷി യോഗത്തിൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഇനി തുടരെ ഇദ്ദേഹം ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. കോൺഗ്രസ് പാർട്ടി ഏകദേശം സമാപ്തിയിലേക്കാണ് പോകുന്നത്. കാരണം ഇതിൽ തന്നെ ഇപ്പം തന്നെ നമുക്കറിയാം ഒരുപാട് പേര് വിട്ട് കോൺഗ്രസിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് നേതാക്കന്മാർ ഇതിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ തന്നെ രാഹുൽ ഗാന്ധിക്ക് തന്നെ എതിരെ തന്നെ ഒരുപാട് നേതാക്കന്മാർ ഇറങ്ങിത്തിരിക്കും. എന്തിനിങ്ങനെ ചോദിക്കുന്നതെന്ന് അവർക്ക് തന്നെ തോന്നിയിട്ടു. അപ്പോൾ ഇതെന്തായാലും കോൺഗ്രസിൻ്റെ പതനമാണ്. ഇനി അടുത്ത ഒരു മോദി സർക്കാർ തന്നെയായിരിക്കും വരുന്നത്. അത് രാഹുൽ ഗാന്ധി തന്നെ ഇട്ടുകൊടുത്ത ഒരു വഴിയാണ്.